എന്നാലും വിളിക്കാന്ന് നീ പറഞ്ഞിട്ട് 11:30 എത്താന്ന്. പിന്നെന്ത്? ഓ ഞാൻ കറുപ്പ്, നീ വെള്ളയിട്. ഓ ആന്ന് നമുക്ക് പൊളിക്കാന്ന്. പോടേ പോടേ. ഓ അതിവിടുത്തെ പിള്ളേരെന്ത് വരാന്ന്. ആ പക്ഷേ വരാം. ശരി ബൈ. കേറിയാണ് നീ രാവിലെ കലിപ്പാണല്ലോടി. കാര്യമൊക്കെ ഞാൻ പറയാം നിന്റെ അടുത്തും. ഒരു തന്നെ ഇന്ന് ചെയ്യും മിക്കവാറും. At night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough. What keeps you up at night, yeah. Make all the demons quiet, yeah. We were built to thrive, yeah. I think that we've all had enough, yeah. മതിയാ വാടാ. സോമനടാ. നീ ശശി. ദൈവമേ, ഇവന്റെ ഓർമ്മയൊക്കെ അടിച്ചു പോയാ. സോമനടാ. നിന്റെ അച്ഛനോടാ വന്നി. അച്ഛൻ്റെ പേരെന്തുവായിരുന്നു അച്ഛാ? സോമനടാ. സോമനാ? എന്നാ മറ്റേ അച്ഛൻ എവിടെ? സോമൻ. ഹലോ, നിങ്ങൾ ടെൻഷനിലാണോ? അതെ. എന്നാ കേൾക്കുമ്പോൾ ഓഹോ ദൈവമേ, ഇവനെന്ത് ചെയ്യാനാണ്? ശിവനേ. അവനെ വിളിച്ചു നോക്കാം. നിരവനെ എല്ലാത്തിനും ഞാനുണ്ടറാ കൂടെ. നീ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരി, ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്തായാലും വിളിച്ചാൽ മതി. ഓക്കെ സോമൻ. പറയടിയാ. ഹലോ അളിയ. എടാ നമ്മുടെ ശശിയുടെ ഓർമ്മ പോയടാ. ശശിയുടെ ഓർമ്മ പോയാ? എങ്ങനെ? വല്ലയിടത്തും പോയി അടിയുണ്ടാക്കി തലയിൽ അടിയും വാങ്ങിച്ച ഓർമ്മയും പോയല്ലേ? എന്തിനടിയുണ്ടായേ? അതറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? വിളിച്ചു കൂടെ പോയി. ബെസ്റ്റ്, നല്ല ആള് തന്നെ കൂടെ പോയത്. അടിച്ച എന്തിനെന്ന് പോലും അറിഞ്ഞൂടാ. അളിയാ നീ വേഗം ഒന്ന് ഇതുവരെ വാടാ. കൊള്ളാം. വല്ലയിടത്തും പോയി അടി വാങ്ങിച്ച് അവന്റെ തലയ്ക്കും കിട്ടിയിട്ട് ഇനി ഞാനും കൂടെ വന്ന് കുരുങ്ങണോ അല്ലേ? അളിയാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ എങ്ങനെയാ അളിയാ പറയണത്? ഞാനിപ്പോ അങ്ങോട്ട് വന്ന അവന്റെ വീട്ടുകാരുടെ ചീത്തയും പിന്നെ അല്ലെങ്കിൽ കേസ് എന്തെങ്കിലും ആയ പിന്നെ അതിന്റെ പുറകെ കിടക്കണം. വള്ളിപ്പുള്ളി കേസാണ് അളിയാ. നീ അമലിലോ അല്ല വിളി, എനിക്ക് വയ്യ. എടാ കൂട്ടുകാരൻ ഒരു പ്രശ്നം വരുമ്പോ നീ ഇങ്ങനെയൊക്കെയാണാ കാണിക്കുന്നേ? പ്രശ്നം വന്നാ കൂട്ടിക്കോ അളിയാ, പക്ഷെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവന്നാ ഞാൻ നിൽക്കത്തില്ല അളിയാ. പിന്നെ അളിയാ കുറച്ച് തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാവേ. ഹലോ കട്ട് ചെയ്ത ഒന്ന് മിണ്ടാ വന്നി. ഹലോടാ. എടാ സോമനടാ. എടാ നമ്മളെ ശിവന്റെ ഓർമ്മ വേടാ. എടാ നീയാണ്. എടാ നമ്മളെ ശശിന്റെ ഓർമ്മ വേടാ. ഓർമ്മ പോയോ? എന്തു പറ്റി?
അടികൂടി തലക്കടി കിട്ടിയോ? ശരിക്കും എന്താ സംഭവിച്ചത്? എടാ അത് രാവിലെ ഇവൻ വിളിച്ച് കൂടെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ചെറുക്കന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നടേ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി അടിയങ്ങ് കൂടി. എടാ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ? ജനറൽ ഹോസ്പിറ്റലാ മെൻ്റൽ ഹോസ്പിറ്റലാ? നീ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നോക്ക്, അവിടെ കൊണ്ടുപോയിട്ട് കാര്യം പറഞ്ഞാൽ മതി. എന്തായാലും നോക്കാടാ. ഞാൻ നിന്നെ വിളിക്കാടേ. ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണടേ. ഓ ഞാൻ നിന്നെ വിളിക്കാം. എന്ത് നീ എന്തോന്ന് കാണിക്കണത്? കണ്ട പുല്ലും കേട്ട് കഴിക്കണം. ഇങ്ങോട്ട് വന്നാണ് കൊണ്ട് വലിയ ശല്യമായല്ലോ. മൂത്രയിക്കാൻ ഇവിടെ നീ ഇവിടെ ഇരി. സമാധാനം ഇല്ലല്ലോ, മൂത്രയിക്കാനും പറ്റാനില്ല. ഇത് ചെയ്യുമെന്ന് ഇവനെ കൊണ്ട്. ഇതെന്ത് ഇത്? അതാ അത് വാഴ. അത് ഉണ്ടായിട്ട് പോയോ? ഹലോ ഡി, എനിക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ട് കിടക്കുകയാണ്. എൻ്റെ കൂട്ടുകാരന് തലക്കടി കിട്ടി, ആപാടെ പ്രശ്നം. ഓ ഇല്ലല്ല വരാൻ പറ്റില്ല. ഓ എനിക്ക് കൂട്ടുകാരനാണോ വലുത്? ആ നീ വെച്ചിട്ട് പോയാണ് എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഇവനിതെവിടെ പോയി? അമ്മേ സത്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? കണ്ടോ മരടിയെ? എടാ എൻ്റെ അനിയത്തെ പറ്റി അനാവശ്യം പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഞാൻ കലിപ്പായിട്ട് ഇറങ്ങിയത്. എന്ത്? അതിന്റെ അനിയത്തിനെ പറ്റി അനാവശ്യം പറഞ്ഞാ?
ഞാൻ പിന്നെ പോട്ടാ. ഓ എടാ അളിയാ, അതെ അവ എന്താവശ്യമാണ് നിന്റെ അനിയത്തെ പറ്റി പറഞ്ഞത്? ഓ അത് നിനക്ക് പറഞ്ഞ ഇഷ്ടപ്പെടില്ലേ. അവൻ പറഞ്ഞ് നീയും അവളും തമ്മിൽ റിലേഷനിലാണ്. പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ല അളിയാ. കൂടെ ഇറങ്ങുന്ന കൂട്ടുകാരനെ പെങ്ങളെ വെച്ച് പറഞ്ഞ ആർക്കായാലും ദേഷ്യം വരില്ലേ? അത്ര എനിക്ക് വന്നുള്ളൂ. പന്നിയുടെ മോൻ എനിക്കെന്നെ കൊല്ലാനാണോ തോന്നിയ പന്നി. ആർക്കും അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടാ. എടാ നമ്മൾ രണ്ടൊരു പണ്ടേ കൂട്ടുകാരല്ലേടാ. മറ്റവൻ പറഞ്ഞ സത്യമാടാ. ഞാനും നിന്റെ അനിയത്തിയും നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലാണ്. ഞങ്ങൾ രണ്ടൊരു പണ്ടേ ഭയങ്കര കുറച്ച് നേരത്തിൽ ഇഷ്ടത്തിലാണ്. അവൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് എന്നെ ഞങ്ങൾ രണ്ടുപേരെ കെട്ടിച്ചെന്നൂടെയേ.